ഹായ് ഓൾ, ഞാൻ സോജൻ തങ്കച്ചൻ, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റാണ്. നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡൗൺ സിൻഡ്രോം എന്ന കണ്ടീഷനിൽ ഒക്കുപേഷണൽ തെറാപ്പിയുടെ റോൾ എന്താണെന്നുള്ളതാണ്. ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ഡൗൺ സിൻഡ്രത്തിൽ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് ADL, രണ്ടാമത്തെ സോഷ്യൽ ഇൻട്രാക്ഷൻ, മൂന്നാമത്തെ ആ കുട്ടിയുടെ ഇൻഡിപെൻഡൻസ്. നമ്മൾ അവരിൽ വർക്ക് ചെയ്യുന്നത് അവരുടെ ഏജിനനുസരിച്ചായിരിക്കും. ഒരു കുട്ടി ഉണ്ടായി അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ കാര്യത്തിൽ വർക്ക് ചെയ്യുന്നത് ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ്. ആ കുട്ടിക്ക് കൈ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ ADL-ലായാലും ബട്ടണിങ് ആയാലും ഗ്രൂമിങ് ആയാലും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ഗ്രോസ് മോട്ടോർ സ്കിൽസ്, ഓടാനും ചാടാനും കുട്ടികൾക്ക് കളിക്കാനും ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. മൂന്നാമത്തത് സോഷ്യൽ ഇൻട്രാക്ഷൻ, ഒരു കുട്ടി സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, അതേപോലെ സ്കൂളിൽ, അതേപോലെ കൂട്ടുകാർക്കിടയിലൊക്കെ എങ്ങനെ അവൻ വളരണം എന്നുള്ളതിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും സംശയമോ ബുദ്ധിമുട്ടുകളോ നേരിടുന്നുണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നാലാമത്തത് ADL ആ കുട്ടിയുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതോ അതിനെല്ലാം നമ്മൾ സപ്പോർട്ട് നൽകുന്നതാണ്. അഞ്ചാമത്തത് കോഗ്നിറ്റീവ് സ്കിൽസ്, ആ കുട്ടിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കുട്ടി വലുതായതിനു ശേഷം ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ ഇൻഡിപെൻഡൻസ് വേണം. അവൻ വീട്ടിലായാലും സമൂഹത്തിലായാലും മറ്റൊരാളുടെ സഹായമില്ലാതെ അവൻ അവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടോ, അവന് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ അതിന് നമ്മൾ തെറാപ്പി ട്രെയിനിങ് ആയിട്ട് നൽകുന്നുണ്ട്.